സദാസമയം ആംബുലൻസിന്റെ സൈറനെ കേൾക്കാൻ പറ്റും. കയറ് കെട്ടിയാണ് അവർ ഇറങ്ങി പിടിച്ചിട്ട് കൊണ്ടുവന്നത്. നമസ്കാരം. നിലവിൽ കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് മുതൽക്കൂട്ടായേക്കാവുന്ന കാപ്പിൽ ബീച്ചിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കാപ്പിൽ ബീച്ചിൽ പൊഴി മുറിച്ചു വിട്ടതോടുകൂടി അപകട സാധ്യത കൂടിയിരിക്കുകയാണ്. വിനോദസഞ്ചാരികളടക്കം നിരവധി പേരാണ് അവധി സമയങ്ങൾ ആഘോഷിക്കാൻ എത്തുന്നത്. പക്ഷേ ഇവിടുത്തെ ലൈഫ് ഗാർഡുമാർ പറയുന്ന ചില കാര്യങ്ങൾ, ചില നിർദ്ദേശങ്ങൾ നമുക്ക് കേൾക്കാം. കാപ്പിൽ ബീച്ചിൽ നമുക്കറിയാം, പ്രതികൂലമായ ചില കാലാവസ്ഥ കാരണം കാപ്പിൽ ബീച്ചിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വലിയ രീതിയിൽ ഈ ബീച്ച് റോഡ് സൈഡുള്ള ഭാഗങ്ങളിലൊക്കെ പൊഴി മുറിഞ്ഞു പോയിട്ടുണ്ടല്ലേ? ഈ പൊഴി മുറിഞ്ഞു പോയതാണോ അതോ എങ്ങനെയാണ്? വെള്ളം കൂടുന്ന സമയങ്ങളിൽ പൊഴി മുറിക്കുന്നതാണ്, പൊഴി മുറിച്ചു വിടുന്നതാണ് പഞ്ചായത്തിന്റെ ഒന്നിലധികം പഞ്ചായത്തുകൾ, സമീപത്തുള്ള പഞ്ചായത്തുകളെല്ലാം കൂടെ സംഘടിച്ച് അവർ JCB കൊണ്ടുവന്ന് വെട്ടിത്തോണ്ടുമ്പോഴാണ് ഈ വെള്ളം ഇറങ്ങി വരുന്നത്. ശരിക്കും ഇപ്പൊ ഈ വെള്ളം ഇറങ്ങി നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ ഇവിടെ ഒരു അപകട മേഖല തന്നെയല്ലേ? ഇപ്പോഴും അപകട മേഖല തന്നെ. ആ ഭാഗങ്ങളിലെല്ലാം നല്ല കുഴിയുണ്ട്. പക്ഷെ ലൈഫ് ഗാർഡിനെ നമ്മളെ ബഹുമാനപ്പെട്ട MLA ജോയ് സാറ് നിയമിച്ചതിന് ശേഷം ഇപ്പൊ അപകടങ്ങൾ ഉണ്ടാവാറില്ല. കുറഞ്ഞത് ഒരു 6 മാസത്തിനിപ്പുറം ഒരു അപകടവും ഉണ്ടായതായിട്ട് എൻ്റെ അറിവിലില്ല. അതിനു മുമ്പ് അങ്ങനെ അല്ലായിരുന്നു. ആഴ്ചയിലേക്ക് തന്നെ 1-2 പേര് വീതം വെള്ളത്തിൽ പോവുകയും അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ബോധം കെട്ട് വീഴുകയും പ്ലസ് സദാസമയം ആംബുലൻസിന്റെ സൈറനെ കേൾക്കാൻ പറ്റുള്ളൂ. ആളുകൾ മരണപ്പെടുന്നുണ്ട്, അവരുടെ ബോഡി ഇവിടെ നിന്ന് കിട്ടത്തില്ല, അതൊന്ന് ഒഴുകി പോവുകയാണ്. അത് മനസ്സിലാക്കി തന്നെയാണ് അദ്ദേഹം ഈ ലൈഫ് ഗാർഡിനെ വെച്ച്. ലൈഫ് ഗാർഡിനെ നിയമിക്കുമ്പോൾ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ പറ്റും അവിടെ കുടുംബം എന്ന് പറയുന്നത് വെറും നമ്മൾ വിചാരിച്ചതുപോലെ അല്ല. ലൈഫ് ഗാർഡ് സത്യത്തിൽ വളരെ ആത്മാർത്ഥമായി സിൻസിയറായിട്ട് ഇതിനു മുമ്പുള്ള മഴയത്തും കാറ്റത്തും എല്ലാം അവർ ഫിസിലുമായിട്ട് നിന്ന് ആളുകളെ നിയന്ത്രിക്കുമായിരുന്നു. ഞാനതിനെ അവരെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു. നിങ്ങൾ ഇത്രയും ആത്മാർത്ഥമായി ചെയ്യുന്നത് അതിശയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമുക്കറിയാം ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ആ പൊഴി മുറിഞ്ഞ ഭാഗത്തുനിന്ന് നേരത്തെ തന്നെ കുടുംബാംഗങ്ങളടക്കം കൊച്ചുകുട്ടികളടക്കം തന്നെ കുട്ടികൾ പോയിട്ടുണ്ട്. നേരത്തെ ഒരു ഫാമിലിയിൽപ്പെട്ടവർ തന്നെ വന്നു, 1-ലധികം പേര് വെള്ളത്തിൽ വീണപ്പോഴത്തേക്ക് അത് കണ്ടു നിന്നവർ വീണു, അവരും വെള്ളത്തിൽ വീണു. അവരെല്ലാം കൊണ്ടുപോകാൻ 10-ലധികം ആംബുലൻസ് ഇവിടെ വന്നു. ഒരു വല്ലാത്തൊരു ഭീതി ഉണ്ടായി ഈ നാട്ടില്. അപ്പൊ എത്ര സമയം അത് നമുക്ക് ഈ ഒരു കാലാവസ്ഥയിൽ ഇത്ര ആഴമുള്ള സമയത്ത് ലൈഫ് ഗാർഡുകൾ കൂടുതൽ നിയമിക്കേണ്ട ആവശ്യതയുണ്ടോ? ശരിക്കും പറഞ്ഞാൽ അവർ 2 പേര് വളരെ സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവർ കുഴപ്പമില്ല. ഇപ്പോഴവര് ഭക്ഷണം കഴിക്കാൻ പറ്റുവാണെന്ന് തോന്നുന്നു. ശനിയും ഞായറും ഏറ്റവും കൂടുതൽ ആൾ വരുന്നു. ആയിരക്കണക്കിന് ആളുകളോട് വരാറുണ്ട്. അവരെല്ലാം നിയന്ത്രിക്കുന്നത് ഇവർ 2 പേര് തന്നെയാണ്. അത് എന്തായാലും നമ്മൾ MLA അഭിനന്ദിച്ചേ മതിയാവുള്ളൂ. പഞ്ചായത്തിന്റെ ഇടപെടലും ഉണ്ടായിട്ടുണ്ട്. നമ്മളെ വാലിക്കാരാണ് പ്രസിഡന്റ്. പള്ളിയുടെ പ്രേരണയിലായിരിക്കണം MLAയുടെ ആളെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്. വളരെ സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് മാഡം. അതിൽ യാതൊരു സംശയക്കാരത്തില്ല. ഇവിടുത്തെ കാപ്പിൽ ബീച്ചിലെ ലൈഫ് ഗാർഡുമാരാണ് കൂടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ മുമ്പ് വന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഈ കുട്ടികൾ, അതായത് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ പറയാതെ ഇതുവഴി പാസ് ചെയ്ത് പോകുന്ന ഒരു പ്രവണത ഞങ്ങൾ കണ്ടിരുന്നു. ഒരുപക്ഷെ ആ വാർത്തയുടെ ഇമ്പാക്റ്റ് ആണോ എന്നറിയില്ല. ഇപ്പോൾ വലിയ രീതിയിൽ കുറവുണ്ട് അത്തരം കാര്യങ്ങൾ അല്ലേ? അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇതുവഴി പാസ് അലൗഡ് ആണോ? എങ്ങനെയാണ് നിങ്ങൾ? നമ്മളവിടെ ആ സൈഡ് പൊഴി മുറിച്ച ശേഷം ആ സൈഡ് ഫുള്ള് കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഹോട്ടലിലുള്ള ഈ വാതിലുകൾ മാത്രമേ ഉള്ളൂ. അവരെ ഗസ്റ്റുകൾ മാത്രമേ ഇവിടെ ഇറങ്ങുന്നുള്ളൂ. അവിടെ ആ ഗസ്റ്റുകൾ അവര് പറഞ്ഞാണ് ഇറക്കുന്നത്. വെള്ളത്തിൽ ഇറക്കാൻ പറ്റത്തില്ല. ഇവിടെ വെള്ളത്തില് അലോഡല്ലെന്ന് പറഞ്ഞാണ് നടക്കുന്നത്. അപ്പൊ ഈ പൊഴി മുറിച്ചതിന് ശേഷമാണോ അതോ കുട്ടികളുടെ കുറഞ്ഞത്? പൊഴി മുറിഞ്ഞതിന് ശേഷം വരുന്നത്. പിന്നെ വരുന്നത് വെച്ചാൽ വെറ്റക്കടയിൽ വരുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിലേ കൂടെ മറ്റൊരു സ്ഥലം ഉണ്ട് അവിടേക്ക് എത്താനായിട്ട്? പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പൊ അതില് പുറകെ കൂടെ ആ കൂടെ എല്ലാം ഉണ്ട് വള്ളക്കാരുടെ. അതുവഴി പുറകെ കൂടെ നടന്ന് വരാൻ പറ്റും. കപ്പിൾസൊക്കെ വരുമ്പോഴും അവര് പരമാവധി ആരും ശ്രദ്ധിക്കാത്ത രീതിയിലാണ് വരുന്നത്. നമ്മളുടെ ഇപ്പൊ നമുക്ക് പോലും നമ്മളൊക്കെ കണ്ടാലും അവർ ഒളിച്ചൊക്കെ ഒരു പുറകെ കൂടെയൊക്കെ വരും. നമ്മളിരിക്കുന്ന കണ്ടാലും അവർ ഒളിച്ചാണ് ഒരുപാട് വരുന്നത്. പിന്നെ അവർ വന്നിട്ട് ഈ ഇതിന്റെ ഇടയ്ക്കൊക്കെ ഇരിക്കുന്നത്. കടലിലോട്ട് അങ്ങനെ അധികം ഇറങ്ങാറില്ല. ഇറങ്ങുന്നെങ്കിൽ നമുക്ക് അറിയാം, നമ്മളെ ശ്രദ്ധയിൽപ്പെടുക. കടലിലോട്ട് ആരെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. അപ്പൊ അവർ ഈ കൂടുതൽ ഈ കണ്ടൽക്കാട്ടിന്റെ ഇടയിലായിരിക്കും അവിടെ ഒക്കെയാണ് പോയിരിക്കുന്നത്. നമുക്ക് ശരിക്കും പറയാം നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഏരിയ ഈ ഭാഗം മാത്രമാണ്. നമുക്ക് കടൽ മാത്രമേ ഉള്ളൂ. നമ്മൾ ഇരിക്കുന്ന അടുത്തുനിന്ന് ഒരു 100 മീറ്റർ അപ്പുറം ഇപ്പുറം മാത്രമേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ വിസിബിലിറ്റി ആയിട്ടുള്ള സ്ഥലങ്ങൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ജസ്റ്റ് കാണുന്നുണ്ടെങ്കിൽ പോയി പറയും. ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ അവിടെ മേലെ ആ സൈഡാണ്. പാറ അടിക്കുന്നുണ്ട്. അവിടെ എന്താണ് സമയം നമുക്ക് അറിയാൻ പറ്റില്ല. ഈ പൊഴി മുറിച്ചതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാനും പറ്റില്ല. അപ്പൊ ഈ പൊഴി മുറിച്ചതിന് ശേഷം ശരിക്കും ഈ വീട്ടിൽ നിന്ന് കുടുംബം അടക്കം വരുന്നവരൊക്കെ ഇവിടെ ഇറങ്ങുന്നതൊക്കെ അപകടമല്ലേ?
ഇവിടെ ഇറങ്ങുന്നത് കായലിൽ ഇറങ്ങുന്നതിന് കുഴപ്പമില്ല. കുഴപ്പമില്ല. കായലിറങ്ങാൻ അങ്ങോട്ട് ഇറങ്ങുന്നതിന് ഒരു കുഴപ്പം വരത്തില്ല. ഈ ഭാഗത്തെ ആഴം എങ്ങനെയാണ്? നമ്മളെ മുട്ടിന് താഴെ മുട്ടിന് താഴെ വരെ അപ്പൊ ഇവിടുന്ന് ക്രോസ് ചെയ്യാൻ പറ്റുമോ? നടന്ന് നമുക്ക് ക്രോസ് ചെയ്യാം. രാവിലെ നമ്മൾ ചെയ്തായിരുന്നു. അപ്പൊ മുട്ടിന് താഴെയുള്ളത്. അപ്പൊ ഇപ്പൊ വേലിയേറ്റ സമയത്തിന്റെ ഏകദേശം പകുതി നമ്മളെ വയറിന്റെ എത്രത്തോളം വെള്ളമാവും? വെള്ളമാവും. വേനേറ്റ സമയത്ത് ആരെങ്കിലും ഇറങ്ങിയാൽ മാത്രമേ തിരിച്ചു പിടിക്കുകയുള്ളൂ. തിരിച്ചു പിടിക്കുള്ളൂ. അല്ലാത്ത സമയം അത് കുഴപ്പമില്ലാതെ അവിടെ നിൽക്കും. ഇവിടെ ഇറങ്ങുന്നുണ്ട് ആൾക്കാർ, അതേപോലെയൊക്കെ കായലിൽ വന്ന് ഇറങ്ങി നിൽക്കുന്നുണ്ട്. അവിടെ ആ സൈഡിലൊക്കെ വന്ന് ആ സൈഡ് മൊത്തം അവിടെ കായലിൽ ഇറങ്ങി നിൽക്കാൻ പറ്റും. കാരണം ഇതിപ്പം മഴ കുറവായതുകൊണ്ടാണ് കായലിലുള്ള ഇത് നിൽക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ പോലും നിൽക്കാൻ പറ്റില്ല. കാരണം അതിലേ വെള്ളം പോകും. ആ രണ്ട് കായൽ വന്നു ഇത് മൊത്തത്തിൽ പോകും. അപ്പൊ ഈ ലൈഫ് ഗാർഡ് നിങ്ങളുടെ ഒരു സർവീസ് ഇല്ലാതിരുന്ന സമയത്ത് ഇവിടെ അപകടങ്ങൾ അല്ലേ? ഒരുപാട് പേര് മരണപ്പെട്ടതായിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ ആരും അങ്ങനെ പരിഗണിക്കാറില്ല. ഏറ്റവും കൂടുതൽ അപകടം നടന്നത് ഈ കാപ്പിൽ ബീച്ചിലാണ്. കുഴി മുറിക്കുന്ന സമയത്ത് ഈ കുഴി അതാണ് അവിടെ നിന്നാണ് നടന്നു വരുന്നത്. അവിടെ നിന്ന് വെള്ളം കയറി വരും. ഇവിടെ വന്ന് ഇവിടെ ഈ സൈഡിൽ നിന്ന് ആൾക്കാരിറങ്ങും. ഓട്ടോമാറ്റിക്കാ വേലിയേറ്റാകുമ്പോൾ അത് തിരിച്ചു കൊണ്ടുപോകാൻ അങ്ങോട്ടാണ്. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. 2 ആഴ്ച മുമ്പ് 3 വിദേശികൾ ഇതുപോലെ അപകടത്തിൽപ്പെട്ടായിരുന്നു. അപ്പൊ നമ്മൾ തന്നെ സഹപ്രവർത്തകരായ രഞ്ജിത്തും വിഷ്ണു എന്ന് പറഞ്ഞിട്ട് 2 ലൈഫ് ഗാർഡായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അപ്പൊ അവരുടെ വാക്ക് കേൾക്കാതെയാണ് അവര് കുഴി മുറിച്ച് കടക്കാനായിട്ട് നോക്കി. പിന്നെ അവർ പകുതിയായപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായി, വരാൻ പറ്റാതായി. പിന്നെ ലൈഫ് ഗാർഡ്സ് കയറ് കെട്ടിയാണ് അവർ ഇറങ്ങി പിടിച്ചിട്ട് കൊണ്ടുവന്നത്. അത് ഒരു 2 ആഴ്ചക്കകത്ത് ആവുള്ളൂ. ഈ കുഴി മുറിഞ്ഞ ആ സമയത്ത് നിങ്ങളുടെ രണ്ടുപേരുടെ സർവീസ് ആണോ അതോ കൂടുതൽ സർവീസ് ആവശ്യമുണ്ടോ? നമുക്കിപ്പം ഒരു ലൈഫ് ഗാർഡ് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ വെറ്റക്കട ഇരുന്നാലും ഒരാളെ കൊണ്ടുവന്ന് ചെയ്യാൻ കറച്ച് ഒരു ബീച്ചിൽ 4 പേര് വെച്ച് വേണം. ആ രീതിക്കാണ് മുന്നോട്ട് വേണ്ടത്. പക്ഷെ ഇപ്പൊ നമ്മളെ ആൾക്കുറവ് അനുസരിച്ച് പണ്ട് അതുപോലും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാന്നേ ഉള്ളൂ. പിന്നെ വെച്ചാൽ നമ്മൾ യൂണിഫോം ഇട്ട് ഒരാളടുത്ത് പറയുമ്പോൾ അവരത് കേൾക്കുന്ന മനസ്സനുസരിച്ചിരിക്കും. നല്ല ആൾക്കാരാണ് വരണമെങ്കിൽ അവർക്കായിട്ട് അവർ മര്യാദയ്ക്ക് പോകും. ഇല്ലാത്ത ആൾക്കാരേ ഉള്ളൂ കുഴപ്പം. നമ്മളിപ്പോ ദൂരെ നിന്ന് ഇപ്പം നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് അപ്പുറത്ത് പോകും. കാരണം അവിടുന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത്. അവിടെ നിന്ന് നമുക്ക് ഇവിടെ വന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. കാറ്റ് ഇങ്ങോട്ടായതുകൊണ്ട് നമ്മൾ ഫിസിൽ അടിക്കുമ്പോൾ ഇവിടെ ഉള്ളവർക്ക് ആകണം പറ്റും. അപ്പോൾ നമ്മൾ അപ്പുറത്ത് പോയി നമ്മുടെ അവിടെ ഇരുന്ന് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ അവിടെ ഉള്ള ഇറങ്ങുന്ന ആൾക്കാരെ നമ്മൾ തിരിച്ച് ഇതാക്കും. നിലവിൽ ഏകദേശം ഇവരുടെ രണ്ടുപേരുടെ സേവനം മാത്രമല്ല, കുറച്ചുകൂടി ലൈഫ് ഗാർഡുകളുടെ സേവനം തന്നെ ആവശ്യമാണ്. കാരണം പൊഴി മുറിച്ച സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു അപകട മേഖല തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇറങ്ങുന്നവർ വളരെയധികം ജാഗ്രത പാലിക്കണമെന്ന് കൂടിയാണ് ഇവർ മുന്നറിയിപ്പ് നൽകുന്നത്. ക്യാമറമാൻ അൻഷാദിനൊപ്പം വിൽവൻസ് വിസ്മയ.